ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് സ്പോട്ടിലേക്കാണ്. സ്പോട്ടൊന്നുമല്ല, എൻ്റെ അമ്മ വീട്ടിലേക്കാണ്. അമ്മ വീടെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയെ കുഞ്ഞിലേ താമസിക്കുന്ന വീടാണ്. ഏകദേശം ഒരു 60-65 വർഷത്തോളം പഴക്കമുണ്ട് ഈ വീടിന്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴും ഞങ്ങളുടെ വെക്കേഷൻ 2 മാസത്തെ വെക്കേഷൻ ഫുൾ ഇവിടെയായിരുന്നു. കസിൻസ് എല്ലാം ഇവിടെ വരും. ഇവിടെ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരിപ്പോൾ വീട് വെച്ച് തൊട്ട് താഴോട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കുറച്ച് വാടകക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ പോകണമെന്ന് വിചാരിച്ചു. രാവിലെ ഇവിടെ വന്ന് നിന്ന സമയത്ത് രാവിലെ ഇങ്ങോട്ടൊന്ന് കയറാൻ വെച്ച് ഇപ്പോൾ ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കണം. ഇപ്പോൾ വാടകക്കാരൊന്നും ഇല്ല, ആരും തന്നെ ഇല്ല. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് ഏകദേശം വീഴാറായിട്ടില്ല. എന്നാലും ഓടൊക്കെ പോയി. അതിനകത്ത് എന്താണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. കുറേ നാളായി ഇങ്ങോട്ട് കയറിയിട്ട്. ഇവർ വീട് വെച്ച് മാറിയതിന് ശേഷം ഞങ്ങൾ ഈ വീടിനകത്ത് കയറിയിട്ടില്ല. കാരണം വാടകക്കാരുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൈവസിക്ക് പറ്റത്തില്ലല്ലോ. പിന്നെ ഇവിടെ വന്നാൽ ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം കിട്ടും. എല്ലാം ഇപ്പം നല്ല നിൽപ്പുണ്ട്. കാരണം വെക്കേഷൻ സമയമാണല്ലോ, മാങ്ങയുടെ സമയമൊക്കെ ആയതുകൊണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ കുഞ്ഞ് ഹോമിലേക്ക് കൊണ്ടുപോവുകയാണ്, ഹോം ടൂറിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ജനിച്ചതും ഒക്കെ ഈ വീട്ടിൽ ആണ്. ഫസ്റ്റ് വന്ന് കയറിയതൊക്കെ ഈ വീട്ടിലായിരുന്നു. അപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയുള്ള. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വീട് നമുക്ക് കാണും എന്നൊന്നും ഒട്ടും ഉറപ്പില്ല. സോ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വയ്ക്കുക. എന്നൊരു ഓർമ്മയായിട്ട് ഇത് കാണണം അല്ലോ. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിക്ക് മൊത്തത്തിൽ ഒരു ഓർമ്മയാണ്. കാരണം അമ്മൂമ്മയുടെ അമ്മൂമ്മ ഒക്കെ താമസിച്ചിരുന്നൊരു വീടാണല്ലോ. അപ്പോൾ അതിന് ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇതിലോട്ട് പോവാം. മരമായിരുന്നു. ഈ മൈലാഞ്ചി മരത്തിൽ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് പണ്ട് നമ്മൾ മൈലാഞ്ചി അല്ലാണ്ടുള്ള കോണൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ഈ സാധനം അവിടുത്തെ അമ്മിക്കല്ലി കൊണ്ടിട്ട് അരച്ച് കൈ നിറയെ മൈലാഞ്ചി ആക്കുമായിരുന്നു. എന്നിട്ട് കൈ വിട്ടുകൊണ്ട് നടക്കുന്നത്. 2 മാസത്തോളം ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ പണിയെന്ന് പറയുന്നത്. ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീടുകളാണ്. താഴമാമനും പിന്നെ ഞങ്ങളെ ഫുൾ ഏരിയയാണ്. ഇന്നലെ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് എന്തായാലും നിറയെ മാങ്ങ വീണിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആരും പറത്തി വെച്ച പോലെ ഉണ്ട്. ആരാണുള്ളൂ നമുക്കെടുക്കാം. നമ്മളെ മാങ്ങ ഇത്രയും മാങ്ങ നമുക്ക് ഇട്ടിട്ടുണ്ട്. അമ്മാമ്മയുടെ അമ്മ ഒക്കെ താമസിച്ചിരുന്നത്. പിന്നെ ഞങ്ങളും കുഞ്ഞില് താമസിച്ചിരുന്ന ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ ആരുമില്ല, പക്ഷേ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു വീട്ടിലോട്ട് പോവാം. വലിയ റൂമും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും ഈ വീട്ടിലാണ്. അമ്മ പണ്ട് പറയണ കേട്ടിട്ടുണ്ട്, അവർ ഉത്സവ സമയമൊക്കെ ആകുമ്പോൾ എല്ലാ ഫാമിലി ഫുള്ള് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞങ്ങളിതിന് ഉമ്മറെന്നാണ് പറയുന്നത്. ഉമ്മറത്ത് ഫുൾ പായൊക്കെ വിരിച്ച് അടുക്കി എല്ലാം കൂടെ കിടക്കും എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണേ. ഇവിടെ ഈ ഒരു മരമുണ്ട്. ഇത് എന്തൊരു മരമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു കാ പറിച്ച് ഞങ്ങളിവിടെ അത്തമൊക്കെ ഇടുമായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ അവളും കൂടെ അത്തമൊക്കെ ഇടുമായിരുന്നു. നമുക്ക് അടുക്കളയും തുറക്കാൻ പറ്റത്തില്ലേ, അതൊന്നും തുറന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ഞങ്ങൾ കഞ്ഞിയും കറിയും കളിക്കൊക്കെ ഒക്കെ കാര്യങ്ങളായിരുന്നു. കഞ്ഞിയും കറി, ചിരട്ടയും പാട്ടയൊക്കെ നിറയെ. ഞങ്ങൾ വന്നാൽ ഇവിടെ 5ക്ക് തൂത്ത് വരാനേ നേരം ഞങ്ങൾ. പിന്നെ എനിക്ക് മിറ്റും തൂക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കല്ലും മണ്ണൊന്നും കാണില്ല. എനിക്ക് തൂക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് ഞങ്ങളെ ഫിഷ് ടാങ്കായിരുന്നു. ഇതിൽ ഫിഷ് ടാങ്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇതിങ്ങനെ എന്തോ മറ്റേ സിമെൻ്റ് കൊണ്ട് കെട്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് നിറയെ മീനുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വീടാ. ഇപ്പം ഞാൻ പറിക്കൊണ്ട് വെച്ച മാങ്ങയാണേ. ഇവിടെ നേരെ കയറി പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. കാരണം കുറേ നാളായിട്ട് പൂട്ടിയിട്ടേക്കാണ്. നല്ല പാമ്പാ കയറി കിടക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഒക്കെ വരുന്നവരൊക്കെ വന്ന് കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ വേറെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 രൂപ കിട്ടി. ഇതായിരുന്നു ഞങ്ങളുടെ ഉമ്മറം. ഇവിടെയൊക്കെ നേരെ കസേരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ വെക്കേഷന് വരുവാണെങ്കിൽ ഫുൾ ടൈം ഇവിടെ കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഒരു ഡോറ്, സെക്കൻഡ്, തേർഡ്, 3 ഡോറുണ്ട്. ഇത് ഞങ്ങൾ പൂജാമുറിയായിട്ട് ഇപ്പോൾ തുറന്ന് കിടക്കുകയാണ്. പൂജാമുറിയായിട്ടായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഇത് പൂജാമുറിയായിരുന്നു. ഇവിടെ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ച് ആരാധിച്ച ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ചൂലുണ്ട്,
ഇവിടെയാണ് ഞങ്ങൾ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇതൊക്കെ ഈ ഫോട്ടോയ്ക്ക് ഇവിടെ വെച്ചിട്ടായിരുന്നു വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. മുകളിൽ ഇതേ ഇങ്ങനെ വെട്ടം കിട്ടാനായിട്ട് ഗ്ലാസും മൊത്തം പോയറയൊക്കെ അടിച്ചിരിക്കുകയാണ്. പോയറ വെച്ചാൽ മാറാല അടിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ആയിരുന്നു പുതിയൊരു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. എണ്ണക്കുപ്പി, പഴയ എണ്ണതാ ഇപ്പോഴും ഐസായിട്ട് ഇതായിരിപ്പുണ്ട്. പിന്നെ കിണ്ടി ഒക്കെ ഇരിപ്പുണ്ട്. കിണ്ടിയുടെ മക്കൊക്കെ പോയ കിണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ പണ്ടത്തെ മെഡിസിൻ ബോക്സ്. ഇവിടെ നമ്മൾ ജനൽ തുറക്കുമ്പോഴത്തേക്ക് നേരെ കാണുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ വെച്ച വീടാണ്. നേരെ ഫുള്ള് ജനലൊക്കെ തുറക്കുമ്പോൾ നല്ല വെട്ടം കിട്ടുന്നുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ പണ്ട് ലൈറ്റൊന്നും ഇടത്തില്ലായിരുന്നു. ഫുള്ള് ഇങ്ങനെ ജനലൊക്കെ തുറന്നിട്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ മേശ കിടപ്പുണ്ട്. ഇത് ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരുന്ന പഴയ മേശയാണെന്ന് തോന്നുന്നു. ഊണ് കഴിക്കുകയോ അടുക്കളയിൽ ഇട്ടേ ചെയ്ത മേശയായത്. ഇനി നമുക്ക് മെയിൻ റൂമിലോട്ട് തുറക്കാം. ഇതാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്ന റൂം. ഞാനും അമ്മയും കുഞ്ഞമ്മമാരും ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്ന ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു. ജനലുറക്കം അപ്പോൾ കുറച്ച് വെട്ടം കിട്ടും. ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത് കട്ടില്. പിന്നെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സാധനം വെക്കുന്ന റൂമുണ്ട്. സാധനം വെക്കുന്ന റൂം എല്ലാം ഉണ്ട്. ഇതായിരുന്നു സാധനം വെക്കുന്ന റൂമല്ല, മറ്റു പലക അടിച്ചിട്ട് ഉള്ള സാധനം. പിന്നെ ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന അലമാരിയായിരുന്നത്. ഇതിനകത്ത് വല്ല ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വല്ല നിധിയും കിട്ടിയാലോ അല്ലേ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നേരെ അടുക്കളയിലോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മളെ പഴയ അടുക്കളയല്ല, ഇത് ഞങ്ങൾ ഇരുന്ന് കഴിക്കുന്ന. ഇവിടെ ഞങ്ങൾ ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തുമായിരുന്നു, ഇവിടുത്തെ കാര്യം എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഒരു പലക നമ്മളിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ് അടുപ്പും ഗ്യാസ് കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു. ഇവിടുത്തെ ജനൽ നമ്മൾ നേരെ തുറക്കുന്നത്. ഇപ്പം ഇവിടുത്തെ വെളിയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. കാരണം ഇവിടെ പണ്ടത്തെ വീടുകളല്ലേ. പിന്നെ ഇത് പുറത്തോട്ട് ഇറങ്ങുന്ന, പുറത്തല്ല, ഞാൻ പറഞ്ഞുതരാം. ഈ 4 കതവ്, ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക്. ഈ 4 കതവെന്ന് പറയുന്നത് ഇങ്ങനെ. പിന്നെ ഇവിടെ 2. ഇതിൽ ഞങ്ങളിങ്ങനെ തൂങ്ങിയാടി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഇവിടെ ഇങ്ങനെ ഉള്ളൂ. ഇവിടെ ഞങ്ങൾക്ക് അടുക്കള ഉണ്ടായിരുന്നു. എൻ്റെ തിണ്ണയിൽ മണ്ണ് കൊണ്ടുള്ള 5 ഞങ്ങൾക്ക് ദോശ ഇട്ട് തരുമായിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് എത്ര എണ്ണം കഴിച്ചു എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. നല്ലൊരു ഓർമ്മയാണ് ഈ വീട്ടിലത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാതിലെന്ന് പറയാൻ വാതിൽ ഇതായിരുന്നു. അടയ്ക്കാനും പറ്റത്തില്ല, പൊട്ടത്തൊക്കെ. ഇതെന്ന് പറയുന്നത് കറി പൗഡറുകളും സാധനങ്ങളൊക്കെ ഇത് വെക്കില്ല, അങ്ങനത്തെ സ്റ്റോർ റൂമായിരുന്നു. ഇതിനകത്ത് കറി പൗഡറുകൾ ഇല്ലെങ്കിലും ഉണ്ടാകുന്നൊരു സാധനം ഞാൻ പറയും, അച്ചാർ കുപ്പിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും. ഇത് രണ്ടും ഇല്ലാതെ ആ വീട്ടിൽ വേറെ ഒന്നും കാണില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ബിസ്ക്കറ്റും അച്ചാറും അവിടെ സ്റ്റോക്ക്. ഇവിടെ ബിസ്ക്കറ്റ് സ്റ്റോക്കായിരിക്കും ഞങ്ങൾ പറഞ്ഞ സമയത്ത്. ഇനി ഈ അടുക്കളയിൽ നിന്ന് നേരെ വേറൊരു ഡോറുണ്ട്. അത് തുറക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഭയങ്കര ജാമായിരിക്കും. പൂട്ടങ്ങാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ പൂട്ടിട്ടുണ്ട്, അത് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതേ മൊത്തം ഓടൊക്കെ പോയി. ഇനി ഈ അടുക്കളയിൽ നിന്ന് നമുക്ക് നേരെ വേറൊരു റൂമിൽ കൂടെ കയറാം. ഇതിൻ്റെ ഡോറെന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ഡോറുണ്ടല്ലോ, ഇങ്ങനെ ഈ സാധനം വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി ആക്കുന്ന ഡോറുണ്ട്. ഇവിടെ അതുണ്ട്, അതായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും അടയ്ക്കാൻ പറ്റില്ല. ഇവിടെ ആയിരുന്നു മാമന്മാരും കിടന്നുകൊണ്ടിരുന്നത്. ഇവിടെ അവരുടെ കട്ടില്, ഇവിടെ TV ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ സ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം പണ്ടൊന്നും നമ്മളവിടെ സ്വിച്ച് ഇല്ല. ഇവിടെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഓട് മുഴുവനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ റൂമിൽ നിന്ന് 2 ഡോറുണ്ടേ. ഇത് തുറന്ന ഇതാണ് അടുക്കളയിൽ നമുക്ക് കയറാൻ
വാതിലുണ്ടോ പൂട്ടിയിരുന്ന, അത് തുറന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ കൊച്ചറയം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇതാണ് കൊച്ചറയം. കൊച്ചറയത്ത് ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നു. ഈ റൂമിലാണ് ഞങ്ങൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങ മാങ്ങ എല്ലാം പഴുപ്പിക്കാനും അതുപോലെ തന്നെ കൂട്ടിയൊക്കെ ഇടുന്നത് ഈ മുറിയിലാണ്. ഈ മുറി ഇപ്പോൾ തുറക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കാം. നമുക്ക് തുറക്കാൻ പറ്റാതിരുന്നത് നമ്മളെ കുട്ടു താഴത്തെ പട്ടിയാണ്, അവൻ അവിടെ വന്നിരിക്കുന്നത്. പേടിയൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ ഭയം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചറയം എന്ന് പറയുന്നത്. ഈ കൊച്ചറയത്ത് അപ്പൂപ്പനാണ് കിടന്നുകൊണ്ടിരുന്നത്. കിടക്കയല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, നമുക്കൊന്നും ഇതിൻ്റെ തരത്തില്ലായിരുന്നു. ദൈവമേ, കുട്ടു എണീറ്റിട്ടുണ്ട്. പണ്ട് ഇവിടെ നെൽകൃഷിയൊക്കെ ആയിരുന്നു. എനിക്ക് അകത്ത് കയറാൻ പേടിയുണ്ട്. നമ്മളെ ഈ വീട്ടിൽ വളരെ പ്രഷ്യസ് ആയിട്ടൊരു സാധനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മിക്കല്ല്, പണ്ട് അരിയൊക്കെ ഇടിക്കാനും പൊടിക്കാനും ഉപയോഗിക്കുന്ന അമ്മിക്കല്ലില്ലേ, അതിപ്പോൾ ഞങ്ങൾ അതിൻ്റെ മേളിൽ കമത്തിയിട്ട് അതിൻ്റെ മേളിൽ ഒരു കല്ലും വെച്ച് തുണി കഴുകാൻ ഉപയോഗിക്കണം. പക്ഷേ പണ്ടുള്ളവർക്ക് അറിയായിരിക്കും, പക്ഷേ ഇനി വരുന്ന കാൽക്കുട്ടിയൊക്കെ ഇത് അറിയുമെന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രത്യക്ഷമായിട്ടുള്ള ഈ ഒരു സാധനമുണ്ട്. ഇതിൽ അരി അടിക്കുന്നതൊക്കെ ഞങ്ങളും കണ്ടിട്ടൊക്കെ ഉണ്ട്, അധികം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം ദേ ഇവിടെ കിടപ്പുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കാണത്തില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു സാധനം കാണിച്ചു, വേറെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. പൂത്തല്ല, കായ്ച്ച് നിൽക്കണം. ഭയങ്കര മധുരമുള്ള മാങ്ങ വെച്ചാൽ ഭയങ്കര മധുരമുള്ള മാങ്ങയുണ്ട്. പിന്നെ ഇനി ഈ വൈകുന്നേരങ്ങളാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ ഉമ്മറത്തുണ്ടല്ലോ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കൈവരിയിൽ എല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച്, അന്ന് ഇവിടുത്തെ ഫേവറേറ്റ് സാധനം പാർലേജി ബിസ്ക്കറ്റായിരുന്നു. പാർലേജി ബിസ്ക്കറ്റ് കഴിച്ച് ഇത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ വീട് ഇതുപോലെ ഓർമ്മയായിട്ടുള്ള എല്ലാവരും കാണും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അറിയിച്ചു തരണം. പിന്നെ ഇവിടെ ഒരു മുള്ളാത്തി ഉണ്ട്. ദേ ആ കാണുന്നത് ഒരു മുള്ളാത്തിയാണ്. അതിൽ കുഞ്ഞു മുള്ളാത്തി നിൽപ്പുണ്ട്. ഞങ്ങൾ വരുന്നത് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പൂത്ത് കായ്ച്ചങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ.